ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചിയുടെയും വരാനിരിക്കുന്ന കിടിലൻ വിശേഷത്തിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മുടെ ചാനലിൽ അപ്കമിങ് എപ്പിസോഡ് ഇനി വരാനിരിക്കുന്ന രേവതിയുടെയും സച്ചിയുടെയും കഥ എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 2 മണിക്ക് ഇടുന്നുണ്ട്. അപ്പോൾ ഇഷ്ടമുള്ളവർ കഥ കാണുന്നവർ ഒന്ന് ലൈക്ക് ചെയ്ത് അതുപോലെ തന്നെ നമ്മുടെ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോകണം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാ ദിവസവും നോട്ടിഫിക്കേഷൻ, ഞാൻ വീഡിയോ ഇടുമ്പോൾ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ ചാനലിലെ കഥകളൊക്കെ കേൾക്കാം, അഭിപ്രായങ്ങളൊക്കെ പറയാം. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അങ്ങനെ കഴിഞ്ഞ ദിവസം ഞാനിട്ട വീഡിയോ നമ്മുടെ ശ്രീകാന്തിൻ്റെയും വർഷയുടെയും ജീവിതത്തിലേക്ക് ഒരു പെൺകുട്ടി കടന്നു വരുന്നു. ആ പെൺകുട്ടി ശ്രീകാന്തിൻ്റെയും വർഷയുടെയും ജീവിതത്തിലേക്ക് ശ്രീകാന്തിനെ മോഹിച്ച ഒരു പെൺകുട്ടി എത്തുകയാണ്. ആ പെൺകുട്ടി ഒരു ഭൂലോക പണക്കാരി എന്ന് പറഞ്ഞാൽ കോടീശ്വരി. ഇന്ത്യയിൽ ഒട്ടാകെ റെസ്റ്റോറൻറ്റുകൾ തുടങ്ങുന്ന വലിയ ബിസിനസ് ടൈക്കൂൺ എന്ന് തന്നെ പറയാം. അങ്ങനെ ഒരു ആളാണ് ആ പുള്ളിക്കാരി. ആ പുള്ളിക്കാരിക്ക് ശ്രീകാന്തിനോടൊരു താല്പര്യം. എന്നാലോ ആ പെണ്ണിനെ കണ്ട് ചന്ദ്രമതിക്ക് തോന്നുകയാണ് തൻ്റെ ബിസിനസ്സുകാരനായ മകന് ഇത്രയും പണക്കാരി പെണ്ണിനെ കല്യാണം കഴിക്കുകയാണെങ്കിൽ, അതായത് ശ്രുതിക്ക് കെട്ടിച്ചു കൊടുക്കുകയാണെങ്കിലോ, ശ്രുതി ഇവിടെ നിന്ന് പടിയടച്ച് പിണ്ടം വെച്ചിട്ട് ഈ പെണ്ണിനെ കല്യാണം കഴിപ്പിച്ച് കൊടുക്കണം. അങ്ങനെയാണെങ്കിൽ തൻ്റെ മകൻ രക്ഷപ്പെടും, ഈ ശ്രുതി എന്ന് പറയണ പിച്ചക്കാരി ഇവിടെ നിന്ന് ഇറങ്ങി പോവുകയും ചെയ്യും എന്നൊക്കെ ചന്ദ്രമതി ഓർക്കാണ് കേട്ടോ. പക്ഷേ ഈ പെണ്ണിനോ, ഈ ബിസിനസ്സുകാരിക്ക് ഏറ്റവും ഇഷ്ടം ശ്രീകാന്തിനെയാണ്. വർഷ എങ്ങനെയെങ്കിലും ശ്രീകാന്തിൻ്റെ ജീവിതത്തിൽ നിന്നും ഒഴിവാക്കിയതിനു ശേഷം അവൻ്റെ ജീവിതത്തിലേക്ക് കയറി പറ്റാനായിട്ട് അവൾ പല പദ്ധതിയായിട്ടാണ് വരുന്നത്. ആ പെണ്ണിൻ്റെ പേരാണ് കാർത്തിക എന്ന ഇവള് വലിയൊരു പണക്കാരൻ്റെ മകളാണെന്ന് പറഞ്ഞല്ലോ. അങ്ങനെ നമ്മുടെ ശ്രീകാന്തിനെ ബിസിനസ്സിലേക്ക് ചേർക്കുകയാണ്. ആദ്യം അവൻ്റെ ഒരു മെയിൻ ഷെഫായിട്ട് വെച്ചു. അങ്ങനെയാണ് അവളുടെ ബിസിനസ് വളർന്നതിനെ. ഇവിടുത്തെ ഈ റെസ്റ്റോറൻറ്റിലെ രുചിക്ക് വേണ്ടിയിട്ട് ഒരുപാട് ആൾക്കാർ വരികയും അങ്ങനെ അവൾ ഈ ബിസിനസ് സാമ്രാജ്യത്തിൽ തന്നെ, ഒരു റെസ്റ്റോറൻറ്റിൽ ബിസിനസ് സാമ്രാജ്യം അല്ലെങ്കിൽ ഒരു ഷെഫിൻ്റെ കഴിവ് കൊണ്ട് ഇങ്ങനെ ആകുമോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു ശ്രീകാന്തിൻ്റെ നേതൃത്വത്തിലാണ് ബാക്കി എല്ലാ ഷെഫുമാരും അവൻ പറയുന്നതനുസരിച്ചാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. അങ്ങനെ ആ ഒരു റെസ്റ്റോറൻറ്റ് അതിവിജയകരമായിട്ടും അതുപോലെ തന്നെ കേരളത്തിലെ ഇത്ര ബിസിനസ്സുകാരന്മാരുടെ പട്ടികയിലേക്ക് ഈ പെണ്ണ് വരികയാണ്. ഇവൾക്കൊരു അവാർഡ് കിട്ടുകയാണ്. ഈ അവാർഡ് കിട്ടിക്കഴിഞ്ഞപ്പോൾ ഈ പെണ്ണിൻ്റെ തനി സ്വഭാവം മനസ്സിലാക്കുന്നത് വർഷയാണ്. കാരണം ഈ വർഷ ചെന്നിട്ട് പറയും, അതെ നിനക്ക് ബിസിനസ് എൻ്റെ ഈ ഒരു ഇതിലേക്ക് നീ ഉയരാൻ കാരണം എൻ്റെ ഹസ്ബൻഡ് ആണല്ലോ, ശ്രീകാന്ത് ഉള്ളത് കൊണ്ടാണല്ലോ നീ ഒരു നിലയിലേക്ക് എത്തിയത്. അപ്പോഴേക്കും പറഞ്ഞു, പിന്നെ ശ്രീകാന്ത് ഉള്ളതുകൊണ്ട്. ശ്രീകാന്ത് വെറും ഒരു ഷെഫ് മാത്രമല്ലേ, ഞാൻ എത്രത്തോളം പ്രമോഷൻ, എൻ്റെ ബിസിനസ്സിൽ എത്രത്തോളം പ്രൊമോഷൻ നടത്തിയിട്ട് ഞാൻ എത്രത്തോളം പുറത്ത് ലണ്ടനിൽ പോയി MBA പഠിച്ചിട്ടൊക്കെയാണ് ഞാൻ ഈ ഒരു ലെവലിലേക്ക് എത്തിയത്, അല്ലാതെ ശ്രീകാന്ത് ഉണ്ടായിട്ടൊന്നും അല്ല എന്ന്. ഇതങ്ങോട്ട് നമ്മുടെ വർഷയ്ക്ക് അങ്ങോട്ട് വാശി കയറും. വർഷ ശരിക്കും ഇവളോട് ദേഷ്യപ്പെടും. തൻ്റെ ഭർത്താവിനെ വെച്ച് ബിസിനസ്സിൽ വിജയിച്ചിട്ട് ഒരു അംഗീകാരം കൊടുക്കാൻ തയ്യാറാകാത്തവളുടെ ആ ഒരു ഫേമിൽ ഇനി വർക്ക് ചെയ്യണ്ട. അപ്പോൾ അവിടെ തന്നെ നമ്മുടെ വർഷയും വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു അക്കൗണ്ടൻ്റൊക്കെ ആയിട്ട്. അപ്പോൾ അവളും ആ ജോലി ഉപേക്ഷിച്ച് പോരുകയാണ്. പക്ഷെ ശ്രീകാന്തിനോട് പറഞ്ഞപ്പോൾ ശ്രീകാന്ത് പറഞ്ഞു, ഞാനെന്തിന് ജോലി ഉപേക്ഷിക്കണം, എനിക്ക് ജോലി ഉപേക്ഷിക്കേണ്ട കാര്യമില്ല, കാരണം ഞാനിവിടെ ജോലി ചെയ്യുന്നത് എൻ്റെ ഇഷ്ടപ്രകാരമാണ് എന്ന് ശ്രീകാന്ത് പറയാണ്. അപ്പോൾ ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും അവൾക്ക് വലിയ ബിസിനസ്സൊക്കെ ആയി കഴിഞ്ഞപ്പോഴേക്കും ശ്രീകാന്ത് നിന്നെ തള്ളി പറയുകയാണ്. അപ്പോഴേക്കും ഈ പെണ്ണ് ശ്രീകാന്തിനെ കയ്യിലെടുക്കുകയും യഥാർത്ഥ ഈ പെണ്ണിൻ്റെ ആ ഒരു മുഖം വെളിവാക്കുന്നത് വർഷയുടെ മുന്നിലുമാണ്. ശ്രീകാന്തിനോട് പറഞ്ഞു, ഒരിക്കലും ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല എന്നാണ് ഈ പെണ്ണ് കീർത്തന ഈ പെണ്ണിനോട്, അതായത് നമ്മുടെ ഈ കീർത്തന എന്ന പെണ്ണ് ഈ ബിസിനസ്സുകാരി ശ്രീകാന്തിനോട് പറയുന്നത്. ഞാൻ പറഞ്ഞത് ഇത് നമ്മൾ രണ്ടുപേരും, എൻ്റെ ഒരു പ്രൊമോഷനും ഉണ്ട്, അതുപോലെ തന്നെ ഞാൻ ശ്രമിച്ചിട്ടുണ്ട് ബിസിനസ്സിന് വേണ്ടിയിട്ട്. പക്ഷേ ശ്രീകാന്ത് മുൻകൈ എടുത്തത് കൊണ്ടാണ് ഇത്ര അധികം മുൻപന്തിയിലേക്ക് എത്തിയതെന്നാണ്. പക്ഷേ വർഷയോട് പറഞ്ഞത് അങ്ങനെയല്ല. ഇത് വർഷയ്ക്കറിയാലോ, എൻ്റെ ശ്രീകാന്ത് സമ്മതിക്കത്തില്ല. വർഷ പറയുന്നത് പറ്റില്ല, ഇനി അവളുടെ കീഴിൽ ഇനി ജോലി എടുക്കേണ്ട ആവശ്യം ശ്രീകാന്തിനില്ല. അപ്പോൾ ശ്രീകാന്ത് പറഞ്ഞു, പിന്നെ ഞാൻ എന്ത് ചെയ്യും, എനിക്ക് ജോലിക്ക് പോകണ്ടേ, നമുക്കൊരു റെസ്റ്റോറൻറ്റ് തുടങ്ങാം എന്ന് വർഷ പറയാണ്. പിന്നെ അതിനൊക്കെ ഒരുപാട് സമ്പാദ്യം വേണം, അതിനുള്ള സമ്പാദ്യമൊക്കെ ഞാൻ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ, അല്ലാണ്ട് എനിക്കിപ്പം തന്നെ പെട്ടെന്നൊരു റെസ്റ്റോറൻറ്റ് തുടങ്ങണമെന്ന് വെച്ചാൽ അതൊന്നും സാധ്യമല്ല. അപ്പോഴേക്കും വർഷ പറയും, അതിനുള്ള ക്യാഷ് ഞാൻ അറേഞ്ച് ചെയ്താൽ പോരെ,
നീ എവിടെ നിന്ന് അറേഞ്ച് ചെയ്തു തരും? അതെൻ്റെ അച്ഛനോട് പറഞ്ഞാൽ ഇഷ്ടം പോലെ കാശ് തന്നോളൂ. നിൻ്റെ അച്ഛൻ്റെ കാശ് വെച്ചിട്ട് തുടങ്ങുന്ന ഒരു റെസ്റ്റോറൻറ്റും എനിക്ക് വേണ്ട എന്ന് തന്നെയാണ് ശ്രീകാന്ത് പറയുന്നത്. അപ്പോഴേക്കും വർഷ പറഞ്ഞു, പറ്റത്തില്ല, ഞാൻ എന്തായാലും റെസ്റ്റോറൻറ്റ് തുടങ്ങും. നിനക്ക് വേണ്ടെങ്കിൽ വേണ്ട, ഞാൻ തുടങ്ങും. എൻ്റെ റെസ്റ്റോറൻറ്റിൽ നീ ജോലി ചെയ്യുമോ അതോ ആ പെണ്ണിൻ്റെ റെസ്റ്റോറൻറ്റിൽ ജോലി ചെയ്യുന്നു, അതെന്ന് എനിക്കൊന്ന് കാണണം എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ വർഷ റെസ്റ്റോറൻറ്റ് തുടങ്ങാൻ പോവുകയാണ് എന്ന വിവരം ഈ പെണ്ണറിയും. ഈ പെണ്ണ് നേരെ വീട്ടിലേക്ക് കയറി വരും, ശ്രീകാന്തിൻ്റെ വീട്ടിലേക്ക്, അല്ലാതെ ചന്ദ്രമതിയുടെയൊക്കെ അരികിലേക്ക് കയറി വരും. എന്നിട്ട് ഇങ്ങനെ പറയും, ശ്രീകാന്തിന് ഞാൻ പുതിയൊരു ഓഫറുമായിട്ട് വന്നതാണ്. ശ്രീകാന്തിന് ഞാൻ എൻ്റെ ഫേമിൽ, അതായത് ഞാൻ എൻ്റെ കമ്പനിയിൽ പാർട്ട്ണർഷിപ്പ് കൊടുക്കാൻ പോവുകയാണ്. അപ്പോഴേക്കും എല്ലാവരും പറഞ്ഞു, അതിന് പൈസ കൊടുക്കണമല്ലോ. പാർട്ട്ണർഷിപ്പ് എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ആ ഒരു മുതൽ മുടക്ക് ഇവൻ കൊടുക്കണമല്ലോ, അല്ലെങ്കിൽ ഷെയർ കൊടുക്കുന്നെങ്കിൽ കുറച്ച് കാശ് ഇവൻ അങ്ങോട്ട് കൊടുക്കണമല്ലോ. അതിൻ്റെ ആവശ്യമില്ല എന്നീ പെണ്ണ് പറഞ്ഞിട്ട് ഇങ്ങനെ വർക്കിംഗ് പാർട്ട്ണറായിട്ട് ജോലി ചെയ്യുന്നതിന് ഞാൻ എൻ്റെ കമ്പനിയുടെ ഒരു ഷെയർ ഇവന് കൊടുക്കുകയാണ്, എൻ്റെ കമ്പനിയുടെ പാതി ഷെയർ ഇവന് കൊടുക്കുകയാണെന്ന രീതിയിലാണ് ഇവർ പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇങ്ങനെ ഒരു എഗ്രിമെൻറ്റിൽ ഒപ്പിടുമ്പോൾ പെട്ടെന്ന് അവൻ അവിടെ നിന്ന് ഇറങ്ങി പോരാൻ പറ്റത്തില്ലാത്ത അവസ്ഥ വരില്ലേ? പക്ഷെ വർഷ അതൊന്നും ചിന്തിക്കുന്നില്ല. ഇങ്ങനൊരു അവസരം വന്നപ്പം നീ വേണമെങ്കിൽ ഇപ്പോൾ ജോലി ചെയ്തോ, കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഇനി അങ്ങോട്ടേക്ക് ചെല്ലുമ്പോൾ എൻ്റെ ഭർത്താവായിട്ട് നീ നിന്നാൽ മതി, അല്ലാതെ എൻ്റെ ഭർത്താവായിട്ട് നിന്ന് നമ്മുടെ റെസ്റ്റോറൻറ്റിൽ ജോലി ചെയ്താൽ മതി എന്നൊക്കെ ഇവള് പറയുന്നുണ്ട്. ഏതായാലും വർഷയുടെ വാക്കൊന്നും കേൾക്കാതെയാണ് അവൻ വീണ്ടും ജോലിക്ക് ആ ഒരു റെസ്റ്റോറൻറ്റിൽ, ഈ പെണ്ണിൻ്റെ റെസ്റ്റോറൻറ്റിൽ പോവുക. അങ്ങനെ നമ്മുടെ ചന്ദ്രമതി ആണെങ്കിൽ സത്യഭാമേനെ ചാക്കി കെട്ടിയിട്ട്, സത്യഭാമേ ഇങ്ങനെ ഒരു പെണ്ണുണ്ടടി, ഒത്തിരി പണമുണ്ട്. ഒത്തിരി പണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇട്ടുമൂടാനുള്ള സ്വത്തുണ്ട്. അവിടെ ഈ ഇന്ത്യ മൊത്തം വിലയ്ക്ക് വാങ്ങാനുള്ള പണം അവളുടെ കയ്യിലുള്ളത്. അതിനിപ്പം നീ എന്ത് ചെയ്യാനാ? നിൻ്റെ 3 അമ്മക്കളും കല്യാണം കഴിച്ചു പോയില്ലേ, ഇനി ആരെ കല്യാണം കഴിപ്പിക്കാനുള്ള പരിപാടിയാ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും, അതെ, എൻ്റെ 3 അമ്മക്കൾ കല്യാണം കഴിച്ചെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ എൻ്റെ ബിസിനസ്സുകാരനായ എൻ്റെ ഏറ്റവും ബുദ്ധിയുള്ള മകനായ സുധിക്ക് ആ പെണ്ണിനെ ആലോചിക്കാൻ പോവുകയാണ്. സുധിയെ കൊണ്ട് ഞാൻ കല്യാണം കഴിപ്പിക്കും. അവളുടെ പണവും എൻ്റെ മകൻ്റെ ബിസിനസ് ഐഡിയയും അവർ വളരും. ഇന്ത്യയിലെ നമ്പർ 1 പണക്കാരനായിട്ട് എൻ്റെ മകൻ വരും എന്നൊക്കെ പറഞ്ഞ് മലർപ്പൊടിക്കാരൻ്റെ സ്വപ്നം പോലെ നമ്മുടെ ചന്ദ്രമതി ഇരുന്നിങ്ങനെ പറയുക. സത്യഭാമ പറഞ്ഞു, നടക്കണ വല്ല കാര്യവും പറ, നിൻ്റെ മകൻ അതിൻ്റെ ബിസിനസ് വല്ലതും അറിയാവോ? അങ്ങനെ പറയരുത്, എൻ്റെ മകനിപ്പോൾ നല്ലൊരു ബിസിനസ് റൺ ചെയ്യിച്ചുകൊണ്ട് പോകുന്നത് നിനക്കറിയത്തില്ലേടി എന്നൊക്കെ ചന്ദ്രമതി ഇങ്ങനെ ചോദിക്കുകയാണ്. അവസാനം നീ വന്ന് ഞാൻ ആ പെണ്ണിനെ കാണിച്ചു തരാം എന്നും പറഞ്ഞുകൊണ്ട് ആ റെസ്റ്റോറൻറ്റിലേക്ക് ചെല്ലുവാണ് കേട്ടോ. അതായത് ഈ ശ്രീകാന്തൊക്കെ വർക്ക് ചെയ്യുന്ന റെസ്റ്റോറൻറ്റിലേക്ക് ചെല്ലാണ്. ശ്രീകാന്ത് പക്ഷെ അവിടെ ഉണ്ടായിരുന്നില്ല. ഈ പെണ്ണിനെ കണ്ട് ഭയങ്കര വർത്തമാനം കേട്ടോ. മോളെ, നീ എന്താ കല്യാണം കഴിക്കാത്തേ? നിനക്ക് ഇത്രയും പ്രായമായില്ലേ, നിനക്ക് കല്യാണം കഴിച്ചുകൂടെ എന്നൊക്കെ ചന്ദ്രമതി ചോദിക്കുന്നുണ്ട്. അപ്പോൾ പറ്റിയ ഒരാളെ കല്യാണം കിട്ടിയില്ല, നല്ലൊരു ആളെ കണ്ടെത്താനായിട്ട് ഞങ്ങളിങ്ങനെ നോക്കുകയാണ്, വീട്ടുകാരും ആലോചിക്കുന്നുണ്ട് എന്നൊക്കെ ഇവളിങ്ങനെ പറയുകയാണ്. അപ്പോഴേക്കും ചന്ദ്രമതി പറഞ്ഞു, അയ്യോ നല്ലൊരു പയ്യനുണ്ട് എൻ്റെ കയ്യിൽ. നല്ല പയ്യെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബുദ്ധി എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധി, വളരെ നല്ല വിദ്യാഭ്യാസമുണ്ട്, വലിയൊരു ബിസിനസ്സും നടത്തിക്കൊണ്ട് വരുന്നുണ്ട്. നിങ്ങളുടെ അത്ര ഒന്നും ഇല്ല കേട്ടോ, എന്നാലും നിങ്ങൾക്ക്. അപ്പോൾ അവൾ പറഞ്ഞ പൈസ ഞങ്ങൾ നോക്കുന്നില്ല, നല്ല എൻ്റെ ബിസിനസ്സിനോടൊപ്പം നിൽക്കുന്ന ഒരാളെയാണ് ഞാൻ നോക്കുന്നത് എന്നിങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും, അതായത് മോളുടെ ബിസിനസ്സിൻ്റെ കൂടെ നിൽക്കും. ആ ചെറുക്കൻ്റെ ബുദ്ധി മോളുടെ പണവും കൂടെ ചേർന്ന് കഴിഞ്ഞ് നിങ്ങളുടെ രണ്ടുപേരുടെ ആ ബിസിനസ് എന്ന് പറഞ്ഞാൽ ഈ കേരളത്തിലെ ഒന്നാമതാകും എന്നൊക്കെ ചന്ദ്രമതി പറയുക. അപ്പോഴേക്കും പെട്ടെന്ന് തന്നെ ഈ പെണ്ണ് പറഞ്ഞു, അല്ലെങ്കിൽ ഞാൻ അമ്മയുടെ മകനെ പോലുള്ള ഒരാളെയാണ് ആഗ്രഹിക്കുന്നത്, എനിക്കൊത്തിരി പൈസയൊന്നും അല്ല വേണ്ടത്, അമ്മയുടെ മകനെ പോലെ ഒരാൾ. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ചന്ദ്രമതിക്ക് അങ്ങ് വലിയ സന്തോഷം. പക്ഷെ പിന്നെയാണ് ചന്ദ്രമതിക്ക് മനസ്സിലാകുന്നത് ശ്രീകാന്താണ് ഉദ്ദേശിച്ചത്. അമ്മയുടെ മകൻ ശ്രീകാന്തിനെ പോലെയുള്ള ഒരാളെയാണ് എനിക്കിഷ്ടം, ശ്രീകാന്തിനെ പോലെ എന്നോടൊപ്പം നിൽക്കാൻ പറ്റുന്ന, അല്ലെങ്കിൽ ആ ഒരു കഴിവും കാര്യങ്ങളൊക്കെയുള്ള ശ്രീകാന്തിൻ്റെ സ്വഭാവമുള്ള, എന്തു പറഞ്ഞാലും ശ്രീകാന്ത്. അവസാനം ചന്ദ്രമതിക്ക് ഒരു കാര്യം ബോധ്യമായി, വർഷയുടെ ജീവിതം ഗുദാഹുവ ആക്കി തീർക്കും ഈ പെണ്ണെന്ന്. കാരണം ശ്രീകാന്തിനെക്കുറിച്ച് പറയുമ്പോൾ ഈ പെണ്ണിന് 100 നാവാണ്, ഒരു രക്ഷയില്ല. അങ്ങനെ അവസാനം നമ്മുടെ ചന്ദ്രമതി വീട്ടിൽ ചെന്ന് വർഷയോട് പറഞ്ഞു, വർഷേ ഇത് ശരിയാവത്തില്ല, അവനോട് ആ പടത്തെ പണി അങ്ങ് നിർത്താൻ പറഞ്ഞേരെ. കാരണം അവിടെ ആ പെണ്ണത്ര ശരിയല്ല, അവൾക്ക് നിൻ്റെ ഭർത്താവിനെ കല്യാണം കഴിക്കണമെന്ന്. ഇത് കേട്ടോ വർഷയ്ക്ക് കാലി വന്നു. വർഷ വന്നിട്ട് ശ്രീകാന്ത് വന്നു കഴിഞ്ഞപ്പോഴേക്കും കേട്ടോ ശ്രീകാന്തെ പറഞ്ഞത്, അമ്മ ഇന്ന് അവിടെ പോയിരുന്നു, അപ്പം അമ്മ പോയത് എന്തിനാന്നൊക്കെ ചോദ്യം വന്നു. എന്തായാലും ശ്രീകാന്തിനെ വിവാഹം കഴിക്കണമെന്ന് അവൾ പറയുന്നത് കേട്ടപ്പോൾ വർഷയ്ക്ക് ശരിക്കും ദേഷ്യം വന്നിട്ട് വർഷ പറഞ്ഞു, നാളെ മുതൽ നീ പോവണ്ട എന്ന് പറഞ്ഞാൽ ആ ഭാഗത്തേക്ക് നിന്നെ കണ്ടുപോയേക്കരുത്,
എന്നും നമ്മൾ ഇത് തുടങ്ങുന്നു. അപ്പോൾ നമ്മൾ എഗ്രിമെൻറ്റിൽ ഒപ്പിട്ടതോ അതൊന്നും എനിക്ക് അറിയേണ്ട കാര്യമില്ല. ഇനി നീ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഡിവോഴ്സ് പേപ്പറിൽ നീ ഒപ്പിടേണ്ടി വരും എന്ന് പറഞ്ഞുകൊണ്ട് വർഷയും എന്തായാലും ത്രിശങ്കു സ്വർഗത്തിലായി നമ്മുടെ ശ്രീകാന്ത്. ഇതിനൊക്കെ പ്രശ്നത്തിന് പരിഹാരമായിട്ട് സച്ചിയും രേവതിയും കട്ടയ്ക്ക് വർഷയോടൊപ്പം നിൽക്കാണ് കേട്ടോ. അതെങ്ങനെയാണെന്ന് അറിയണ്ടേ? അത് അടുത്ത വീഡിയോയിലൂടെ നാളത്തെ ദിവസം ഇതേ സമയം നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട. അതുപോലെ തന്നെ പുതിയ ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോകണം കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണും വരെ വണക്കം.